السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധ റമളാൻ എത്ര പെട്ടെന്നാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്ത മുഴുവൻ ഇബാദത്തുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഫാസ മൻ ഫാസ വ ഖസിറ മൻ ഖസിറ. വിജയിച്ചവരൊക്കെ വിജയിച്ചു, പരാജയപ്പെട്ടവരൊക്കെ പരാജയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിന്നവരിലും വിജയികളിലുമൊക്കെ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ്. ശവ്വാലിലെ 6 നോമ്പ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാലിൻ കാന കസിയാമിദ് ദഹർ. ഒരാൾ പരിശുദ്ധ റമളാൻ മുഴുവനും നോമ്പെടുത്തു, പിന്നെ ശവ്വാലിൽ നിന്നുള്ള 6 ദിവസം അതിനോട് തുടർച്ചയായി നോമ്പെടുക്കുകയും ചെയ്താൽ വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഒരു നന്മക്ക് 10 ഹസനത്ത് പ്രതിഫലം അല്ലാഹു നൽകും. അപ്പോൾ ഒരാൾ റമളാനിൽ 30 നോമ്പെടുക്കുമ്പോൾ 30 × 10 300 ഹസനത്ത് പ്രതിഫലം ലഭിക്കാനുള്ള കാരണമാണത്. പിന്നെ ശവ്വാലിൽ നിന്നുള്ള 6 നോമ്പെടുക്കുമ്പോൾ 6 × 10 60, അങ്ങനെ 360 ദിവസം നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. വളരെ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പാണ് ശവ്വാലിലെ 6 നോമ്പ് എന്നുള്ളത്. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. ഇനി നാളെ മുതൽ ഈ ശവ്വാലിലെ 6 നോമ്പ് നമുക്ക് തുടർച്ചയായിട്ട് എടുക്കാൻ പറ്റും. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തുടർച്ചയായി എടുക്കലാണ് ഏറ്റവും നല്ലത്. ശവ്വാലിൽ നിന്നുള്ള മറ്റു ദിവസങ്ങളിലായി 6 ദിവസങ്ങൾ അങ്ങനെയും എടുക്കാം. ഈ 6 നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ റമളാനിൽ അവർക്ക് പീരിയഡിന്റെ സമയത്ത് നഷ്ടപ്പെടുന്ന നോമ്പുകൾ, അത് ഖളാ വീട്ടാനുള്ള ഒരു അവസരം കൂടിയാണത്. അങ്ങനെ നോമ്പ് നോൽക്കുന്ന സമയത്ത് ശവ്വാലിലെ 6 നോമ്പ് സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലവും അതുപോലെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഖളാ വീട്ടിലും 2 പ്രതിഫലം നമുക്ക് ഒരുമിച്ച് കരസ്ഥമാക്കാൻ പറ്റും. എന്നാൽ സ്ത്രീകൾ നോമ്പെടുക്കുന്ന സമയത്ത് അവൾ ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ തീർച്ചയായും നോമ്പെടുക്കാൻ ഭർത്താവിന്റെ സമ്മതം, ഭർത്താവിന്റെ തൃപ്തിയൊക്കെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശ്രേഷ്ഠതയുള്ള ഈ ശവ്വാലിലെ 6 നോമ്പെടുക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിയുന്നവരൊക്കെ ആ നോമ്പെടുക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.